കാർഷിക വാർത്തകൾ. കന്നുകാലികൾ ഉൾപ്പെടെയുള്ള വളർത്തുമൃഗങ്ങളെ ഓൺലൈനിൽ വാങ്ങാനും വിൽക്കാനും ലാപ്ടോപ്പ് എന്ന പേരിൽ മൊബൈൽ ആപ്ലിക്കേഷൻ വരുന്നു. കൃത്യമായ വിപണി വില അറിയാനും കർഷകർക്ക് അർഹമായ വില ലഭിക്കാനും ഇത് സഹായകരമാകുമെന്ന് മൃഗസംരക്ഷണ വകുപ്പ് അധികൃതർ പറഞ്ഞു. മൃഗങ്ങളെ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്നവർക്കിടയിൽ സുതാര്യമായ ഇടപാട് സാധ്യമാക്കുകയാണ് ലാപ്ടോപ്പ് എന്ന മൊബൈൽ ആപ്ലിക്കേഷന്റെ ലക്ഷ്യം. കൃത്യമായ വിപണി വില അറിയാനും കർഷകർക്ക് അർഹമായ വില ലഭിക്കാനും ഇത് സഹായകമാകുമെന്നാണ് മൃഗസംരക്ഷണ വകുപ്പ് പറയുന്നത്. നിലവിൽ വെബ് ആപ്ലിക്കേഷനായും ആൻഡ്രോയിഡ് മൊബൈൽ ആപ്ലിക്കേഷനുമായാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. വിൽക്കാനുള്ള മൃഗങ്ങളുടെ ആരോഗ്യ സർട്ടിഫിക്കറ്റ്, പ്രതിരോധ കുത്തിവയ്പ്, ഇൻഷുറൻസ് വിവരങ്ങൾ, ഇനം, തരം, ചിത്രം, വീഡിയോ എന്നിവ ലാപ്ടോപ്പ് ആപ്ലിക്കേഷനിൽ നൽകാം. വാങ്ങുന്നവർക്ക് ലോഗിൻ ചെയ്ത് ഇതെല്ലാം കാണാനാകും. തീറ്റ, വളർത്തുമൃഗ പരിപാലനവുമായി ബന്ധപ്പെട്ട ഉപകരണങ്ങൾ എന്നിവ പ്രദർശിപ്പിക്കാനും വിൽക്കാനും ഇതിലൂടെ കഴിയും. നിരോധിത പട്ടികയിലുള്ള മൃഗങ്ങൾ, പക്ഷികൾ, ജീവികൾ എന്നിവയുടെ വ്യാപാരം തടയാനും ആപ്പിൽ സംവിധാനമുണ്ട്. ഇത്തരം ജീവികളെ ലിസ്റ്റ് ചെയ്യുന്നില്ലെന്ന് വിൽപ്പനക്കാർ സത്യവാങ്മൂലം നൽകണം. ഓരോ ലിസ്റ്റിംഗും അഡ്മിന്റെ പരിശോധനയ്ക്കും അംഗീകാരത്തിനും ശേഷമേ പൊതുജനങ്ങൾക്ക് ലഭ്യമാകൂ. നിർമ്മിത ബുദ്ധി നിരീക്ഷണ സംവിധാനവും ബഹുഭാഷാ പിന്തുണയും ആപ്ലിക്കേഷനിലുണ്ടെന്ന് KLD ബോർഡ് അധികൃതർ പറഞ്ഞു. കേരള സ്റ്റാർട്ടപ്പ് മിഷനിൽ പാലക്കാട് കേന്ദ്രമായുള്ള അമിഗോസിയ എന്ന സ്ഥാപനമാണ് ഇത് രൂപകൽപ്പന ചെയ്തത്. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. അപ്പർ കുട്ടനാടൻ കാർഷിക മേഖലയിലെ മാന്നാർ നാലുതോട് പാടശേഖരത്തിൽ കർഷകരെ ദുരിതത്തിലാക്കി വേനൽ മഴ. 80 ഏക്കറിലെ കൃഷി നശിച്ചു. അപ്പർ കുട്ടനാടൻ കാർഷിക മേഖലയിലെ മാന്നാർ കുരട്ടിശ്ശേരി പുഞ്ചയിൽ നാലുതോട് പാടശേഖരത്തിലാണ് നെൽകൃഷി നാശം സംഭവിച്ചിരിക്കുന്നത്. 80 ഏക്കറിലെ 90 ദിവസം പിന്നിട്ട നെൽച്ചെടികളാണ് വേനൽ മഴയിലും ശക്തമായ കാറ്റിലും നശിച്ചത്. ഏപ്രിൽ 8-ന് കൊയ്ത്താരംഭിക്കാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു. കെട്ടിനിൽക്കുന്ന വെള്ളം പമ്പിംഗ് നടത്തി ബാക്കിയുള്ള കൃഷിയെങ്കിലും വീണ്ടെടുക്കാനുള്ള ശ്രമത്തിലാണ് കർഷകർ. മുൻ വർഷങ്ങളിൽ വേനൽ മഴയിലും വെള്ളപ്പൊക്കത്തിലും കൃഷിനാശത്തെ തുടർന്ന് കർഷകർ കടക്കെണിയിലായിരുന്നു. ബാങ്ക് വായ്പയും പലിശയ്ക്കും കൈവായ്പയായും എടുത്താണ് മിക്കവരും കൃഷി ഇറക്കിയത്. കടം വാങ്ങിയ തുക തിരിച്ചടയ്ക്കാനും പാട്ടത്തിന് കൃഷി നടത്തുന്നവർ പാട്ടത്തുക കൊടുക്കാനും കഴിയാത്ത അവസ്ഥയിലാണ്. മാന്നാർ അസിസ്റ്റന്റ് കൃഷി ഓഫീസർ സ്ഥലത്തെത്തി നാശനഷ്ടങ്ങൾ വിലയിരുത്തി. കൃഷിനാശം സംഭവിച്ച നാലുതോട് പാടശേഖരത്തിലെ 90ഓളം വരുന്ന കർഷകർക്ക് നഷ്ടപരിഹാരം നൽകുന്നതിന് അടിയന്തര നടപടികൾ കൈക്കൊള്ളണമെന്ന് നാലുതോട് പാടശേഖര സമിതി ഭാരവാഹികൾ ആവശ്യപ്പെട്ടു. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. വീടുകളിലും ഫ്ളാറ്റുകളിലും മൈക്രോ ഗ്രീൻ വീണ്ടും ട്രെൻഡാകുന്നു. പുതുതലമുറയിലുള്ളവർ പാടശേഖരത്തിലിറങ്ങിയുള്ള കൃഷിക്ക് അധികം താൽപ്പര്യമില്ലെങ്കിലും മൈക്രോ ഗ്രീൻ കൃഷിക്ക് താൽപ്പര്യമേറെയാണെന്നാണ് പഠനങ്ങൾ പറയുന്നത്. ധാന്യങ്ങളും പയർവർഗ്ഗങ്ങളുമെല്ലാം മുളപ്പിച്ച് അവ ചെറുതായി വളർന്നു വരുമ്പോൾ പാചകത്തിന് ഉപയോഗിക്കുന്ന രീതിയാണ് മൈക്രോ ഗ്രീൻ. 25 മുതൽ 35 വരെ പ്രായത്തിനിടയിലുള്ളവരാണ് കൂടുതലായി ഇപ്പോൾ മട്ടുപ്പാവിലും മറ്റും മൈക്രോ ഗ്രീൻ പരീക്ഷിക്കുന്നത്. ഡയറ്റും ഫിറ്റ്നസും തന്നെയാണ് ഇതിനു പിന്നിൽ. സ്ഥലം മുടക്കില്ല, മണ്ണ് വേണമെന്നില്ല, പ്രത്യേകിച്ച് ശാരീരിക അധ്വാനമൊന്നും ഈ കൃഷിക്ക് വേണ്ട. ഉപയോഗശൂന്യമായ പാത്രങ്ങൾ കൃഷിക്കായി തിരഞ്ഞെടുക്കാം. മണ്ണുപയോഗിച്ചാണ് കൃഷിയെങ്കിൽ ആദ്യം പാത്രങ്ങളുടെ അടിഭാഗത്ത് ഡ്രെയിനേജിനായി ചെറിയ തുളകൾ ഉണ്ടാക്കണം. ഒട്ടുമിക്ക പയർവർഗ്ഗങ്ങളും ധാന്യങ്ങളും ഈ രീതിയിൽ വളർത്താം. പയർവർഗ്ഗങ്ങൾ ഉലുവ, ചീര, കടുക്, മല്ലി, ഗോതമ്പ് തുടങ്ങിയവയെല്ലാം വളർത്താം. വിത്ത് മുളപ്പിക്കാനായി എടുക്കുന്ന പാത്രത്തിൽ ഇഴയകലമുള്ള ഒരു തുണി അടിയിൽ വിരിച്ചു വെക്കുക. അതിലൂടെ വേരുകൾക്ക് ഇറങ്ങാൻ കഴിയണം. ശേഷം കുതിർത്ത് വെച്ചിരിക്കുന്ന ധാന്യമോ പയർവർഗ്ഗമോ അതിൽ പാകാം. 10-12 മണിക്കൂർ കുതിർത്ത് വെച്ച് മുളപ്പിക്കുകയാണെങ്കിൽ സംഗതി എളുപ്പമാകും. തുണി നനച്ചു കൊടുക്കാൻ മറക്കരുത്. മണ്ണുപയോഗിച്ച് വളർത്തുമ്പോൾ മണ്ണോ ചകിരിച്ചാറോ ഈ രീതിയിൽ ഉപയോഗിക്കാം. ടിഷ്യൂ പേപ്പർ ലെയറായി വെച്ചും വിത്തുകൾ പാകാം. 3-4 ലെയർ ടിഷ്യൂ പേപ്പർ പാത്രത്തിൽ വെച്ച് ഒന്ന് നനച്ചു കൊടുത്ത ശേഷം വിത്തുകൾ പാകാം. ശേഷം ഒന്നുകൂടി നനച്ചു കൊടുത്ത് മാറ്റിവെക്കാം. വിത്തുകൾ വെച്ചിരിക്കുന്ന പാത്രങ്ങൾ വിത്ത് മുളച്ചു പൊന്തുന്നത് വരെ ചെറുതായി അടച്ചു വെച്ചാൽ നന്നാകും. സൂര്യപ്രകാശം നേരിട്ട് തട്ടാതെ ശ്രദ്ധിക്കണം. എന്നാൽ വെളിച്ചം കിട്ടുകയും വേണം. വിത്തുകൾ മുളച്ച് 2 ഇലകളും താഴെ ചെറിയ തളിരിലകളും വന്ന ശേഷം വിളവെടുക്കാം. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. എളുപ്പത്തിൽ സമ്പാദ്യം വളർത്താം. ഇന്ന് തന്നെ മൈഫിൻ TV ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.